ബഹുമാന്യ ദർശ്യ പത്ര മാധ്യമ പ്രവർത്തകരായ എല്ലാ സുഹൃത്തുക്കൾക്കും കലാഭവൻ മണി കലാ സാംസ്കാരിക സമിതി ഓഫ് കേരള എന്ന സംഘടനയുടെ വിനീതമായ നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 13-ാം തീയതി ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തി. ഇത് ഇപ്പോഴിങ്ങനെ വിളിച്ചു കൂട്ടാനുണ്ടായ ഒരു പത്രസമ്മേളനം നടത്താനുള്ള ആവശ്യം ഞങ്ങളുടെ മുൻ ലെറ്റർ പേഡിൽ ഇതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പോൾ ആ സ്ഥാനം മാറ്റി രക്ഷാധികാരി എന്നുള്ള സ്ഥാനം നമ്മുടെ ലെറ്റർ പേഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ സമ്മേളനം കഴിഞ്ഞപ്പോൾ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും നമുക്ക് ഒരു നിർദ്ദേശം വന്നു, എത്രയും വേഗം അടുത്ത സമ്മേളനം നടത്തി നിങ്ങളുടെ ലെറ്റർ പേഡിൽ നിന്നും ആ പേര് മാറ്റണം എന്നൊരു നിർദ്ദേശമുണ്ടായി. അപ്പോൾ ഞങ്ങളത് അംഗീകരിക്കുകയും അടിയന്തരമായി സംസ്ഥാന കമ്മിറ്റി കൂടി രക്ഷാധികാരി വി ശിവൻകുട്ടി എന്ന പേരും ആ സ്ഥാനവും ഇപ്പോൾ ലെറ്റർ പേഡിൽ നിന്ന് മാറ്റി നമ്മുടെ സംഘടനയിൽ നിന്നും മാറ്റി ഇരിക്കുന്നു. കാരണം അത് ബന്ധപ്പെട്ട മന്ത്രി ഓഫീസിൽ നിന്നും വന്ന നിർദ്ദേശമനുസരിച്ച് അത് മാറ്റിയില്ലെങ്കിൽ ഭാവിയിൽ വലിയ സംഘടനയ്ക്ക് നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നതുകൊണ്ടാണ് അടിയന്തരമായി ഇന്ന് ഈ പത്രസമ്മേളനം ഞങ്ങൾ കൂടുന്നു. ഇതിലെ പ്രധാന ഭാരവാഹികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഈ പെട്ടെന്നുണ്ടായ ഇതുകൊണ്ട് എന്നെത്താൻ കഴിഞ്ഞില്ല. ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ആ വിവരം ലെറ്റർ പേഡിൽ നിന്നും മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന രക്ഷാധികാരി എന്ന സ്ഥാനവും പേരും ഇപ്പോൾ മുതൽ മാറ്റുന്നു എന്ന വിവരം ഈ പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ അറിയിക്കുന്നു. ഈ കാര്യം പത്രക്കുറിപ്പിലൂടെ വാർത്തയായി പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഈ സമ്മേളനത്തിൽ ഈ കാര്യം അറിയിക്കുന്നത്. ഈ വിവരം പത്രക്കുറിപ്പിലൂടെ ഒരു വാർത്തയായി ഇവിടെ ഞങ്ങളോട് സ്നേഹിക്കുന്ന, സഹകരിക്കുന്ന, കലാഭവൻ മണിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നിയമപരമായ കുരുക്കിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയാണ് ഒരു പത്രക്കുറിപ്പായി നിങ്ങൾ ഇറക്കണം, ഞങ്ങളെ സഹായിക്കണം, അത് മിനിസ്റ്റർ ഓഫീസിൽ എത്തണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സ്നേഹിതരായ പത്രപ്രവർത്തകർ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു. കലാഭവൻ മണി കലാ സാംസ്കാരിക സമിതിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായം ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമ്മേളനം അവസാനിപ്പിക്കും. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.